ഓണമൊക്കെ ആയതുകൊണ്ട് നമുക്ക് പുതിയ വീഡിയോസൊന്നും ചെയ്യാൻ പറ്റില്ല. ഓണത്തിൻ്റെ തിരക്കും വർക്ക് ഷെഡ്യൂളൊക്കെ അങ്ങനെ ഒരു ടൈറ്റിലായിരുന്നു. അപ്പോൾ ഈ വീക്ക് നമ്മൾ തിരുവോണം കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാറെത്തി. ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമുക്ക് ഫൈൻഡ് ചെയ്തിട്ട് അവിടെ വെച്ച് കാണാം. ഓക്കെ. അങ്ങനെ നമ്മൾ മൂന്നാറിൻ്റെ മടിത്തട്ടിൽ നിന്നും തേനിയിലേക്കുള്ള യാത്രയാണ്. ഇവിടെ വെച്ചാണ് ഈ കാണുന്ന ഒരു കൂട്ടം ഗ്രേ ഇന്ത്യൻ ലംഗൂസ് എന്ന വെളിപ്പേരുള്ള സൗത്ത് ഇന്ത്യയിൽ സാധാരണമായി നമ്മൾ കാണപ്പെടുന്ന മങ്കീസിനെ കണ്ടത്. ഭക്ഷണം കഴിച്ചിട്ടുള്ള ഇരിപ്പാണ് എല്ലാവരും. കുറേ കുട്ടികളും അതിൻ്റെ അമ്മയും അച്ഛനും. കാണാൻ തന്നെ എത്ര മനോഹരമായ കാഴ്ചയാണെന്നോ. യാത്രകളിൽ ചില സമയത്ത് കണ്ടുമുട്ടാറുള്ള കാഴ്ചയാണിത്. അപ്പോൾ ആക്ച്വലി നമ്മൾ നിൽക്കുന്നത് കറക്റ്റ് സ്ഥലം എനിക്കറിയില്ല. തലക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. തലക്കുളം മീൻസ് നമുക്ക് പൂപ്പാറയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ്. അപ്പോൾ നമ്മളിന്ന് ആക്ച്വലി പോകുന്നത് എവിടെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അത് നിങ്ങൾക്ക് തംബ്നെയിൽസ് കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കറന്റ് തേനിക്കാണ് പോകുന്നത്. തലക്കുളത്ത് നിന്ന് ഏകദേശം ഒരു 35 കിലോമീറ്ററാണ് തേനിക്കുള്ളത്. അപ്പോൾ ഒരു കിടിലൻ സ്പോട്ട്, കിടിലൻ വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നിർത്തിയതാണ്. 360 റൊട്ടേറ്റിംഗ് ആയിട്ടൊരു കിടിലൻ സാധനം. റൊട്ടേറ്റ് നമ്മൾ ചെയ്യണം, അതുപോലെ ക്യാമറ ചെയ്യുന്ന പോലെ റൊട്ടേറ്റ് നമ്മൾ ചെയ്യണം. പക്ഷേ 360 ആണ് വ്യൂ. സോ ഈ റൂട്ടിൽ കൂടെ പോകുന്നവർ എന്തായാലും ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഈ വ്യൂ ഒന്ന് കണ്ടിട്ട് പോകട്ടാം. അപ്പോൾ ഓക്കെ, നേരെ പോകുന്നതാണ് ബോഡിമേട്ട് ഹൈവേ. ഈ റോഡിലൂടെ പോകുമ്പോൾ ആനകൾ കൂട്ടം കൂട്ടമായിട്ട് സഞ്ചരിക്കുന്ന ഒരു പാത കൂടിയാണ്. പന്നിയാർ എസ്റ്റേറ്റിലേക്കുള്ള റോഡാണ്. ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ കാണപ്പെടുന്നത്. അവിടെ നിന്ന് നമുക്കിപ്പോൾ കാണുന്ന വ്യൂ പോയിന്റിന് താഴേക്ക് നോക്കിയാൽ ഒരു കൊച്ചു ഡാം കാണാൻ പറ്റും. അറിയില്ല, കംപ്ലീറ്റ് ഗ്രീൻ കളറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബോഡിമേട്ടിലോട്ട് പോണ റൂട്ടിലാണ് ഈ സംഭവം കാണാൻ. പിന്നെ നല്ല കിടിലൻ വ്യൂ ആണ്. നല്ല കിടിലൻ എല്ലാത്തിൻ്റെയും ഒരു എന്താ പറയുക, ഒരു നാച്ചുറൽ കളറുണ്ടല്ലോ. ആ ഒരു സാധനം കാണുമ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടി എന്തായാലും നിർത്തിപ്പോകും. അപ്പോൾ വണ്ടി നിർത്തി നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സോ പോവാം. ഇപ്പോൾ നിൽക്കുന്നത് ദിണ്ടിഗലിലേക്കുള്ള മധുര ദേശീയപാതയിലാണ്. ഇവിടെ ഓൾഡ് കസ്റ്റംസിൻ്റെ ബോഡിമേട്ടുള്ള പഴയകാല ബിൽഡിംഗ് ഫ്രണ്ടിൽ തന്നെ കാണും. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വ്യൂ പോയിന്റിൽ നിന്നും നോക്കിയാൽ ബോഡിനായക്കന്നൂരും സിലോമലൈ അമ്മപ്പെട്ടിയും കാണാൻ സാധിക്കും. ഇത് രണ്ടും ഒരു ചെറിയ ടൗൺഷിപ്പാണ്. കുറേ വളവുകളും തിരിവുകളുള്ള റോഡാണ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദേ പുതിയ തമിഴ്നാട് ബസ് പോകുന്നു. തമിഴ്നാട് പ്രൈവറ്റ് ബസ്സാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയിൽ ഒരു തന്നെ ഓടി നടക്കുകയാണ് റോട്ടിൽ കൂടെ. വളവുകളും തിരിവുകളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമുക്കിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചതുരംഗപ്പാറ വിൻമില്ലൊക്കെ കാണാൻ സാധിക്കും. ദേ നോക്ക്, കുറേ കല്ലുകൾ കുത്തി വെച്ചെന്ന പോലെ കണ്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ ബോഡിമേട്ട് എന്ന് പറഞ്ഞൊരു കിടിലൻ ലൊക്കേഷനില്ല. കാരണം എൻ്റെ ബാഗിൽ കണ്ടോ, കിടിലൻ ഒരു സ്പോട്ടാണ് ഈ ബോഡിമേട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ തമിഴ്നാട് നമ്മൾ തേനി വഴി പോകുമ്പോൾ എന്തായാലും തേനിക്ക് മുമ്പാണ് ഈ പറഞ്ഞ ബോഡിമേട്ട് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഈ സ്പോട്ട് കണ്ടിട്ട് ഇവിടെ നോക്കിയിട്ട് പോവാം. വണ്ടി യാതൊരു കാരണവശാലും നിർത്തരുത്. കാരണം ഇവിടെ ഒരു തരത്തിലുള്ള പാർക്കിങ്ങോ അല്ലെങ്കിൽ സൈഡിൽ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഒന്നുമില്ല. അതുപോലെ ആക്സിഡന്റ് ഏരിയയാണ്. നല്ലൊരു വലിയ കിടിലൻ വളവിലാണ് നമ്മൾ ഈ റോഡ് നിൽക്കുന്നത്. അതുപോലെ നിങ്ങൾ ഞാൻ ഈ ലൊക്കേഷൻ കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ ഓക്കെ, ബായ്. നമുക്ക് നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാം. തേനി എത്താൻ ഇനിയും 21 കിലോമീറ്റർ കൂടി സഞ്ചരിക്കാനുണ്ട്. നമ്മൾ കുറേ ദൂരം പോകുമ്പോൾ റോഡരികിൽ ഇതുപോലെ ഒരുപാട് കള്ളിമുൾ ചെടികൾ കാണാൻ സാധിക്കും കേട്ടോ. ഒന്നിനും കയറി പിടിക്കരുത്, കൈമുറിയാൻ ചാൻസ് ഉണ്ടാവും. നമ്മളിങ്ങനെ തേനിയിൽ നിന്ന് വഴിക്കൂടെ പോകുമ്പോൾ കാണുന്നൊരു കിടിലൻ കാഴ്ചയാണ്. ആഹാ, കരിക്ക്, നല്ല ചെന്തങ്ങിൻ്റെ കരിക്ക്. യാത്രകളിൽ ഇതുപോലുള്ള ഹൈവേകൾ കടന്നു പോകുമ്പോൾ ഞാൻ ഇടയ്ക്ക് സ്റ്റക്കായി പോകാറുണ്ട്. ചില സമയം സൈലൻ്റായി കടന്നുപോയ ഫ്രെയിമുകൾ ഓർത്ത് യാത്ര ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കാറ്. നമ്മൾ തേനി എത്തുന്നതിന് മുമ്പേ, ജസ്റ്റ് തേനി എത്തുന്നതിനൊരു 20 കിലോമീറ്റർ മുമ്പ്, ടൗണിനൊക്കെ മുമ്പ് കണ്ട ഒരു കാറ്റിൽ ഫാമാണ്. പക്ഷെ എന്തോ ഒരു പശുക്കളാണെന്നൊക്കെ, പശുക്കളുണ്ട്, കാളകളുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു പാലിന് വേണ്ടിയിട്ട് മാത്രമാകാൻ ചാൻസില്ല. കാരണം ഇത് കൂടുതലും കാളകളാണ്. കാളകൾ മീൻസ് അറിയാലോ,
നമ്മുടെ അവർ മീറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. നല്ലൊരു കാഴ്ച, പക്ഷേ അത്ര നല്ല കാഴ്ചയൊന്നുമല്ല. കൊള്ളാം. തമിഴ്നാടിൻ്റെ രാവിലെയുള്ള ഒരു കാഴ്ച. ദേ ഒരു ട്രാക്ടർ പോകുന്നതാണോ. ഈ കൃഷി ചെയ്യുന്നത് കാറ്റിൽസിന് കൊടുക്കാനുള്ള എച്ചോത്രി പുല്ലാണ്. ഒരുപാടുണ്ട്. ഇതാണ് ചിന്നമന്നൂർ തേനി ഹൈവേ. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ സഞ്ചരിച്ചാൽ മാഞ്ഞള ഡാം, കുംഭകർണി വാട്ടർഫോൾ അങ്ങനെ കുറച്ച് സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കും. ഈ ഹൈവേ എത്ര വിശാലമാണെന്നും. റോഡ് പണിയുമ്പോൾ ദേ ഇങ്ങനെ വേണം പണിയാൻ. ഇരുവശങ്ങളിലും മലകളാണ്. ഇവിടുത്തെ വണ്ടികളൊക്കെ നല്ല സ്പീഡിലാണ് കേട്ടോ പോകുന്നത്. പോകുന്ന സ്പീഡൊക്കെ കണ്ടാൽ നമുക്ക് ചിലപ്പോൾ ഭയങ്കര ഭയം തോന്നും. കാരണം നമ്മുടെ കേരളം പോലെയല്ല, റോഡ് ഭയങ്കര വിശാലമാണ്. അതിനൊത്ത എന്താ പറയുക, നല്ല ഗ്രിപ്പൊക്കെ ഉള്ള റോഡാണ്. അപ്പോൾ നമുക്ക് ഇത്തിരി സ്പീഡിൽ പോയാലും കുഴപ്പമില്ല. ദേ ഒരു കൂട്ടം ആടുകളും ആടിനെ മേയ്ക്കുന്ന ഒരു ആട്ടിടയനും. ഏകദേശം ഒരു 300 ആടെങ്കിലും കാണും. കാണാൻ എന്ത് ഭംഗിയാണോ. അങ്ങനെ കൊടൈക്കനാലിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഇ പാസിംഗ് സെൻറ്ററിലേക്ക് എത്തി. സംഭവം ഭയങ്കര എളുപ്പമാണ്. ഫോണിൽ കൂടെ തന്നെ നമുക്ക് ഇ പാസ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഒരു 5 മിനിറ്റ് മാത്രം മതി, ഇ പാസ് കിട്ടും. ഞങ്ങളുടെ കൂടെ ഈ യാത്രയിൽ ഹെസമോളും ഉണ്ട്. ഇതേ നോക്ക്, അവൾ എത്ര ഹാപ്പിയാണെന്ന്. ഇ പാസ് എടുത്ത് മുമ്പോട്ട് ഏകദേശം 46 കിലോമീറ്റർ കൂടിയുണ്ട് കൊടൈക്കനാൽ ടൗണിലേക്ക്. റോഡ് വീതിയുള്ളതും കുഴികളില്ലാത്തതുമായതിനാൽ വളരെ വേഗം കിലോമീറ്ററുകൾ കവർ ചെയ്തതായിട്ട് തോന്നും നമുക്ക്. അതാണ് ഈ യാത്രയിൽ മടുപ്പിക്കാത്തൊരു അനുഭവമെന്ന് തീർച്ചയായും പറയാൻ സാധിക്കും. ഈ സ്ഥലം എൻ്റെ വളരെ പ്രിയപ്പെട്ട സ്ഥലമാണ്. ഇത് നമ്മുടെ കിണ്ണക്കോരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് കൊടൈക്കനാലിൽ നിന്ന് പോകുന്ന സ്ഥലമാണ്. കിണ്ണക്കോര എല്ലാവരും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേൾക്കാൻ വളരെ ചാൻസ് കുറവാണ്. കിണ്ണക്കോര ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലേക്ക് പോകാനുള്ള വഴിയാണ്. റൈറ്റ് സൈഡിൽ കാണുന്ന വഴി നമ്മൾ നേരെ പോകുന്നത് തേനി ആ റോഡാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കിണ്ണക്കോര. നമുക്ക് വേറൊരു ദിവസം വരാം, കാരണം ഇപ്പോൾ തന്നെ ടൈം ഏകദേശം ഒരു 6 ആയി. ഒരുപാട് വൈൽഡ് ആനിമൽസൊക്കെ ഇറങ്ങി നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. സോ ഇവിടെ കണ്ടപ്പോൾ നിങ്ങളെ കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ഓക്കെ, ഇനി ഒരു അല്പനേരം നമുക്ക് ഈ കാണുന്ന കാടിനുള്ളിലൂടെ യാത്ര ചെയ്യാം. അതൊരു പ്രത്യേക അനുഭവമാണ്. അങ്ങനെ നമ്മളിപ്പോൾ പെരുമല എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലെത്തി. ഇനി ഇവിടുന്ന് ജസ്റ്റ് ഒരു 10 കിലോമീറ്റർ കൂടെ ഉണ്ടാവുള്ളൂ നമ്മുടെ ആക്ച്വൽ കൊടൈക്കനാലിലേക്ക്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ടൈം എടുത്തു. ഇവിടെ നേരെ നമ്മളിനിപ്പോൾ 10 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ കൊടൈക്കനാൽ മെയിൻ കൊടൈക്കനാലിലെ ലേക്കും അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതായത് വട്ടക്കനാൽ ആ ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ ചെന്ന് കയറുന്നത്. ഇവിടെ ചർച്ചിൽ മണിയടിക്കുന്ന, ഞാൻ സിനിമയിൽ മാത്രം ആക്ച്വലി അത് കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഈ കാണുന്ന വാട്ടർഫോൾസ് നിറം മാറിയാണ് കാണുന്നത്. തമിഴ്നാട്ടുകാർക്ക് വാട്ടർഫോൾസൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇവിടെയും ആളുകളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ചെറിയ ഗ്രാമത്തിൽ അവർ കൂടുതൽ ചെയ്യുന്നത് വാഴക്കൃഷിയാണ് കേട്ടോ. നമുക്ക് എവിടെ നോക്കിയാലും വാഴക്കൃഷി ഒത്തിരി കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ. കൊച്ചു ഗ്രാമം, എന്ത് ഭംഗിയാണല്ലേ. നേരം ഏകദേശം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു. നമ്മൾ ഒരു ചെറിയ ഗ്രാമത്തിലാണ്. ഈ കാണുന്ന പച്ചപ്പിനിടയിൽ കൊച്ചു കൊച്ചു ബിൽഡിങ്സ്, അതും ഭയങ്കര മനോഹരമായിട്ട് കുറേ കൃഷികളും അതിന് ചുറ്റും. നല്ല രസമല്ലേ കാണാൻ. അങ്ങനെ നമ്മൾ കൊടൈക്കനാലിലേക്ക് ഇനി ജസ്റ്റ് ഒരു 5 കിലോമീറ്റേഴ്സ് കൂടി ഉള്ളൂ. ടൈമിങ്ങിന് ഈവനിങ്ങിനോട് അടുത്ത് നൈറ്റിനോട് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 6:30 ഒക്കെ ആയി. അങ്ങനെ നമ്മൾ കൊടൈക്കനാലിലേക്ക് ഏകദേശം റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. മൂഞ്ചിക്കലെത്തി കഴിച്ചു. മൂഞ്ചിക്കൽ ഇതൊരു സ്ഥലമാണ്. കൊടൈക്കനാൽ ടൗണിൽ തന്നെയുള്ള സ്ഥലത്തിൻ്റെ പേരാണ് മൂഞ്ചിക്കൽ.